ഗാസയിലേക്കുള്ള സഹായ തടസ്സം ഇസ്രയേൽ 4 ദിവസത്തിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂതികൾ. പലസ്തീനികൾക്ക് പ്രസ്താവനകൾ കൊണ്ട് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം മാത്രമല്ല തങ്ങളുടേതെന്ന് ഹൂതികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂതി പറഞ്ഞു. 4 ദിവസത്തെ സമയപരിധി ഞങ്ങൾ നൽകും. ഗാസ വെടിനിർത്തൽ മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്കുള്ളതാണ് ഈ സമയപരിധി. 4 ദിവസങ്ങൾക്ക് ശേഷവും ഇസ്രയേലികൾ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്നത് തുടരുകയും ക്രോസിംഗുകൾ പൂർണ്ണമായും അടയ്ക്കുന്നത് തുടരുകയും ചെയ്താൽ ഇസ്രയേലിനെതിരായ ഞങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഗാസയിലെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും പാലിച്ചുവെന്നും എന്നാൽ ഇസ്രയേൽ തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി കൂട്ടിച്ചേർത്തു. US സർക്കാരിന്റെ പിന്തുണയാണ് പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ അതിക്രമം വർദ്ധിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനുമായി സഖ്യത്തിലായ പ്രസ്ഥാനം 2023 നവംബർ മുതൽ 100-ലധികം കപ്പൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാലയളവുകളിൽ അവർ 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. കുറഞ്ഞത് 4 നാവികരെ ആക്രമണത്തിൽ ഹൂതികൾ കൊല്ലപ്പെടുത്തിയിരുന്നു. ഇത് ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തി. ഇതോടെ കമ്പനികളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ വഴികളിലൂടെ കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു. ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിലേക്ക് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യാക്രമണത്തിന് ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. അതിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് ഹമാസ് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ 61,709 ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 47,498 പേരുടെ മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചത്. വെടിനിർത്തലിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ നിരവധി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 14,222 പേരെങ്കിലും ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങി മരിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഹമാസിന് അന്ത്യശാസനം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രയേലിന് അമേരിക്ക എല്ലാ സഹായവും നൽകും. ഗാസയിൽ നിന്ന് ഹമാസ് നേതൃത്വം ഒഴിഞ്ഞു പോകണം. തന്നെ അനുസരിച്ചില്ലെങ്കിൽ ഹമാസിന്റെ ഒരു അംഗം പോലും സുരക്ഷിതമായിരിക്കില്ല എന്നും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഭീഷണി മുഴക്കി. ഹമാസുമായി ചർച്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഇതുവരെ വൈറ്റ് ഹൌസ് നേരിട്ട് ഹമാസുമായി ആശയവിനിമയം നടത്തിയിരുന്നില്ല. ഹമാസിനെ അമേരിക്ക ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് ഇത്. എന്നാൽ ഈ കീഴ്വഴക്കം ലംഘിച്ചാണ് വൈറ്റ് ഹൌസ് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത്. നിങ്ങൾ കൊലപ്പെടുത്തിയവരുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം വിട്ടു നൽകണമെന്നും ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഈജിപ്ത് അവതരിപ്പിച്ച ഗാസ പുനർനിർമ്മാണ പദ്ധതി അംഗീകരിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നതാണ് പദ്ധതിയുടെ സ്വീകാര്യതയുള്ള പ്രധാന കാരണം. $5,300 കോടി ഗാസ പുനർനിർമ്മാണ പദ്ധതിയും കൈറോയിൽ ചേർന്ന അറബ് അടിയന്തര ഉച്ചകോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.